നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് ആരും അറിയാതെ ഋഷിയെ പറ്റിയും അവന്റെ ഫാമിലിയെ പറ്റിയും അന്വേഷിച്ച് എന്നോട് പറയണം. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ശരിയല്ലയാ? പാർത്തി, നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അനാമിക ഈ കാര്യം ഒരിക്കലും അറിയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചോളിയാ. മഞ്ജരി, മഞ്ജരി, എന്തിനാ എന്റെ പേരിങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചതാണോ പ്രശ്നം? അളിയനെടുത്ത തീരുമാനം കേട്ടാ നീ ഞെട്ടിപ്പോവും. ഏട്ടനെടുത്ത തീരുമാനം? എന്ത് തീരുമാനം അത്? അനാമികയെ ഋഷിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള തീരുമാനം. എന്തീ പറയുന്നേ? അതെ, ഇപ്പോഴും അളിയൻ വിളിച്ചിട്ട് ഋഷിയെ പറ്റിയും അവന്റെ ഫാമിലിയെ പറ്റിയും അന്വേഷിച്ച് വരാൻ പറഞ്ഞത്. ഓഹോ, ഏട്ടൻ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നത് നീ എന്താ തമാശയാക്കുന്നേ? ഇതുകൊണ്ടാ അനാമിക ഒരാളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ പറയാൻ പറഞ്ഞേ. എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരു കാര്യവും ആരോടും മറച്ചു വെക്കാൻ പറ്റില്ലല്ലേ? എപ്പോ നോക്കിയാലും അവളുടെ ലവിന്റെ കാര്യം ഏട്ടനോട് പറയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? പറയാതിരുന്നോണ്ടാ അളിയപ്പോ വേറെ പയ്യനെ തീരുമാനിച്ചുറപ്പിച്ചത്. ഏട്ടൻ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തില്ല. ജസ്റ്റ് ഒരു എൻക്വയറി മാത്രമായിരിക്കും. അപ്പൊ അന്വേഷിക്കാന്നാണ് പറയുന്നേ? അതേന്നെ. ഒരുപക്ഷെ ഋഷി അന്വേഷിക്കുമ്പോ നല്ലവനാണെന്ന് മനസ്സിലായ അളിയൻ അവനെ ഉറപ്പിക്കില്ലേ? അതെങ്ങനെയാ? ഏട്ടന് മനസ്സിലായ മാത്രമല്ലേ ഓക്കെ പറയൂ? എനിക്ക് ആകെ കൺഫ്യൂഷനായി. മനസ്സിലായില്ലേ? ഋഷിയെ പറ്റി അന്വേഷിച്ച് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏട്ടനോട് പോയി പറയുന്നതിന് മുമ്പ് എന്നോട് പറയണം. ഋഷി നല്ലവനായാലും ശരി, ഇല്ലെങ്കിലും ശരി.